ഒരു റോയൽ എൻഫീൽഡ് പന്ന പരിപാടിയാണ് കാണിച്ചത്. കാരണം ഈ ഒരു എഞ്ചിൻ എന്തുകൊണ്ട് നമുക്ക് ഹിമാലയന് തന്നില്ല? എനിക്ക് വലിയ ഹീറ്റിംഗ് ഒന്നും തോന്നുന്നില്ല. സാറിന് ഈ സമയത്തൊക്കെ നല്ല ഹീറ്റിംഗ് വരേണ്ടതാണ്. ഈ വണ്ടി കുറേ പേര് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിരയായിട്ട് ആൾക്കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. എന്നിട്ടും വലിയ ഹീറ്റൊന്നും എനിക്ക് അടിക്കുന്നില്ല. ആ കുഴി കൂടെ ചുമ്മാ അടിച്ചുകൊണ്ട് പോകാം. നമുക്ക് പക്ക സ്ക്രാംബ്ലറാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഹായ് ഗൈസ്, അഗൈൻ കേൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച നിങ്ങളെ ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഷോറൂമിൽ കൊണ്ടുപോയി കുറച്ചധികം ബൈക്കുകൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ബൈക്കുകളൊന്നും ഇപ്പം അവിടെ ഇല്ല. അവർ വേറൊരു ഇവൻറ്റിന് വേണ്ടി ആ വണ്ടികളെല്ലാം കൊണ്ടുപോവുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വിളിച്ചിരുന്നത്. അവർ പറഞ്ഞു തിരിച്ച് വരുമ്പോഴത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രാം 440 ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇറങ്ങുകയാണ്. നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ ടെക്നിക്ക മോട്ടോഴ്സ്, അതായത് അഗാരയിലുള്ള ബാംഗ്ലൂർ അഗാരയിലുള്ള ടെക്നിക് മോട്ടോഴ്സിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് വണ്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി കണ്ടുകൊണ്ട് നമ്മൾ പറയാം അല്ലേ, വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഓക്കെ, നമ്മളങ്ങനെ ടെക്നിക് മോട്ടോഴ്സിലെത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഒരു സ്ക്രാം 440 ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ലുക്ക് വൈസ് പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. ആ രീതിയിലാണ് ഇപ്പം സെക്കൻഡ് ജനറേഷൻ വന്നേക്കുന്നത്. ആദ്യമേ കാണുന്ന വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് ഫുള്ളി എൽ ആക്കിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ അലോയ് വീൽസ് എല്ലാം പുതുതായിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആ പുതിയ 443cc 6 സ്പീഡ് ഓയിൽ എയർ കൂൾഡ് എഞ്ചിൻ. പിന്നെ ബാക്കിലോട്ട് സിംഗാമിൻ്റെ സൈഡിലോട്ടൊന്നും വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സെയിം 411 അതേ സിംഗാമ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ച് കുറച്ചും കൂടെ ലൈറ്റ് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. എന്തായാലും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് ലൈവായിട്ട് സ്ക്രാം 440 കസ്റ്റമൈസ് ചെയ്ത് ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കാത്തിരുന്നിട്ടാണ് ദാണ്ട് ഈ ഒരു സാധനം കിട്ടിയത്. നമുക്ക് എന്തായാലും പയ്യെ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ഇത്ര ട്രാഫിക് വന്നു. അപ്പോൾ നമ്മുടെ ഹിമാലയയിൽ നിന്ന് നേരെ ഇതിനകത്തോട്ട് വന്ന് കയറിയപ്പം എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയാം, വണ്ടി ചെറുതായി. ഓക്കെ, അത് ഓൾറെഡി സ്ക്രാമിന് അങ്ങനെ ആയിരുന്നു. പക്ഷെ ആ ഒരു ഓർമ്മ പിന്നെയും അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ചെറുതായെന്ന് തോന്നിയതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ടിലത്തെ ടയർ തന്നെയാണ്. കാരണം ഹിമാലയൻ നമ്മുടെ 21 ഇഞ്ചും ഇത് ഏകദേശം 19 ഇഞ്ച് തന്നെയാണ്. ഓക്കെ, പക്ഷേ ആ എൻജിൻ റിഫൈൻമെൻറ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് റിഫൈൻഡ് ആയിട്ടുണ്ട് വണ്ടിയുടെ എൻജിൻ. ഇപ്പം 443cc ലോങ് സ്ട്രോക്ക് എൻജിനാണ്. കൂളിങ്ങിൻ്റെ കാര്യത്തിന് ഒരു മാറ്റമില്ല. അത് കണക്ക് തന്നെ എയർ ഓയിൽ കൂൾഡ് അതേ എൻജിൻ തന്നെയാണ്. അതിൻ്റെ കപ്പാസിറ്റി മാത്രമേ അതിൻ്റെ ബോർ സൈസ് മാറ്റിയിട്ട് അവർ കൂട്ടിയിട്ടുള്ളൂ. വണ്ടി കണ്ടാലും രണ്ടും തമ്മിൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് സ്കീം കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഫോഴ്സ് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് കളർ എന്ന് പറയുന്നത്. 5 പെയിൻറ്റ് സ്കീമുണ്ട്. പിന്നെ ഒരു ഫോഴ്സ് ബ്ലൂവും ഫോഴ്സ് ഗ്രേയും, അത് രണ്ടുമാണ് ഇവരുടെ ടോപ്പ് എൻഡ് കളേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി ഇതാണ്ട ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം ഏതൊക്കെയാണ് ബാക്കി വരുന്ന കളേഴ്സ്, അതിൻ്റെ ഓണർ പ്രൈസ് എത്രയാണെന്നുള്ളത്. വണ്ടി ഭയങ്കര സ്മൂത്ത്, എക്സ്ട്രീം സ്മൂത്ത്. നമ്മുടെ ഹിമാലയൻ കണക്കേ ഇല്ല, വൈബ്രേഷൻ ഇല്ല. ഒരു റോയൽ എൻഫീൽഡ് പന്ന പരിപാടിയാണ് കാണിച്ചത്. കാരണം ഈ ഒരു എഞ്ചിൻ എന്തുകൊണ്ട് നമുക്ക് ഹിമാലയന് തന്നില്ല? കാരണം വണ്ടി നല്ല എക്സ്ട്രീം സ്മൂത്താണ്. ഇപ്പം എന്താണ് ഇപ്പോൾ 6ാമത്തെ ഗിയറിലായി നമ്മൾ. ഈ ഇജാതി സുഖം ഓട്ടിക്കാൻ.
ഇപ്പം പഴയ സ്ക്രാം കണക്കല്ല, പഴയ സ്ക്രാമ്പിൽ നമുക്ക് ABS സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പക്ഷേ 440 വരുമ്പോഴേക്കും നമ്മുടെ പുതിയ മറ്റേ ഹിമാലയൻ 450 വന്ന കണക്കത്തെ ട്രിപ്പർ നാവിഗേഷൻ വരുമെന്ന്. പക്ഷെ അത് കൊടുത്തില്ല. അത് നമ്മുടെ പഴയ സാധനം അതേ കണക്കിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ LED ഹെഡ്ലൈറ്റ് അതാ ഹാലജിന് കുറച്ച് പവർ ഉണ്ടായിരുന്നു. അത് അവർ എടുത്ത് കളഞ്ഞിട്ട് LED നമ്മുടെ എല്ലാ വണ്ടികൾക്കും വെക്കുന്ന ആ സെയിം സാധനം എടുത്ത് അതേ കണക്കിന് എടുത്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോയൽ എൻഫീൽഡ് പകുതി കാര്യങ്ങളൊക്കെ കേൾക്കത്തുള്ളൂ തോന്നുന്നു. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് LED കാര്യം. അവിടെ വേറെ വണ്ടി പോകാതിൻ്റെ പറയാൻ ജാവ 42 പോയതിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി അവർ കേൾക്കത്തുള്ളൂ. നമ്മൾ LED തരണമെന്ന് പറഞ്ഞു, നല്ല പവർഫുൾ LED ആയിരിക്കണമെന്നും പറഞ്ഞു. LED തരണമെന്നുള്ളത് മാത്രമേ അവർ കേട്ടുള്ളൂ. എന്ത് ചെയ്യാനാ? വണ്ടി ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് വലിയ ഹീറ്റിംഗ് ഒന്നും തോന്നുന്നില്ല. സാറിന് ഈ സമയത്തൊക്കെ നല്ല ഹീറ്റിംഗ് വരേണ്ടതാണ്. ഈ വണ്ടി കുറേ പേര് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിരയായിട്ട് ആൾക്കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. എന്നിട്ടും വലിയ ഹീറ്റൊന്നും എനിക്ക് അടിക്കുന്നില്ല. അപ്പോൾ ഹീറ്റ് മാനേജ്മെൻറ്റ് അത്യാവശ്യം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെന്ത് ചെയ്തെന്തോ എന്തായാലും, പക്ഷേ അത്യാവശ്യം മാനേജ്ഡാണ്. പക്ഷെ എനിക്ക് പഴയ സ്ക്രാമിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യമൊക്കെ ടെസ്റ്റ് ചെയ്ത് മീൻസ് നമ്മുടെ വണ്ടി എടുത്ത സമയത്ത് ആയിരുന്നു നമ്മുടെ 411 സ്ക്രാം റിലീസായത്. ആ സമയത്താണ് ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയത് കേട്ടെ. അപ്പം ഈ സൈഡ് മിറേഴ്സ് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് അടുത്ത് വന്നാണെങ്കിൽ എനിക്കൊരു ഫീല്. പിന്നെ നമ്മുടെ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ട എടുത്തുകൊണ്ട് പോകുന്നത് അത്യാവശ്യം നല്ല ബൈറ്റും ഉണ്ട്. പക്ഷെ ഒരു ചെറിയ ഡിലേ ഉണ്ട് കേട്ടോ ഫ്രണ്ട് ബ്രേക്കിന്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് പിടിക്കുന്നതിനെ പറ്റി ബ്രേക്കിന് തന്നെ ഒരു ബോധം വരുന്നത്. അപ്പോൾ അവൻ പിടിച്ചായിരുന്നല്ലേ, എനിക്കൊന്ന് ചവിട്ടിയേക്കാം എന്നുള്ള രീതിയിൽ. നമുക്ക് നമ്മുടെ സ്ഥിരം സ്ഥലത്തുനിന്ന് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് കാണിക്കാം. ഞാൻ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും മാറിയിട്ടില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും പഴയ ഹാലജൻ സെറ്റപ്പ് തന്നെയാണ്, ബൾബ് സെറ്റപ്പ്. അതൊന്നും LED ആക്കണമെന്നുള്ളതിനെ പറ്റിയുള്ളതൊന്നും അവർക്ക് തോന്നിയില്ല. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ പകുതി കേൾക്കുമെന്നുള്ളതാണ്. എന്നാലും ഈ എൻജിൻ ഹിമാലയൻ തന്നില്ലല്ലോ, വളരെ നഷ്ടമായിപ്പോയി. നിങ്ങൾ സ്ക്രാം എടുക്കാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെടുത്തോ. 2,98,000 നമ്മുടെ ബാംഗ്ലൂരത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. ഓക്കെ, എക്സ് ഷോറൂം 2,15,000 2,08,000 അവരുടെ ഏറ്റവും ബേസ് മോഡൽ പെയിൻറ്റ് സ്കീമിൻ്റെ വരുന്നത്. ഓക്കെ, കണ്ട ഇതാണ് വണ്ടി. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എങ്ങനെ നോക്കി കഴിഞ്ഞാലും നമ്മുടെ പഴയ വണ്ടി അതേ കണക്ക് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ഇത് അലോയ് വീൽസ് വരുന്നുണ്ട്, 17-19 ഇഞ്ചാണ്. സീറ്റിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ട് 443cc എൻജിൻ. അതേ കണക്ക് തന്നെ ഉണ്ട്, അതേ കണക്ക് ഉണ്ടെന്ന്. അത് അവിടെയാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ടുണ്ട്. ദാണ്ട ഇവിടെയാണ് ഞാൻ പറഞ്ഞ ABSൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റ്, ആ LED ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ മെയിൻ എൻജിൻ മാറിയതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എൻജിനും മാറി, അതിൻ്റെ ട്രാൻസ്മിഷനും മാറിയിട്ടുണ്ട്.
അപ്പോൾ അത് രണ്ടും മാറിയപ്പോൾ തന്നെ നമ്മുടെ റൈഡിങ് ക്വാളിറ്റിയിൽ നല്ലൊരു ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും കൂടെ ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, അന്നേരം നമുക്ക് ഇതിൻ്റെ സൗണ്ടും കൂടെ നോക്കാം. കുറച്ചും കൂടെ ഒരു ബാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യെ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. അപ്പോൾ വണ്ടി അടിപൊളി കേട്ടോ, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിമാലയൻ 411 കിട്ടാത്തവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രാമിനെ എടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു വൈസറും വെച്ച് നമ്മുടെ ടോപ്പ് ബോക്സും പാനീസും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് ടൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഓഫറാണ് ഈ സാധനം. കാരണം ഇപ്പോൾ ട്യൂബ്ലെസ് ടയേഴ്സായി, റോഡ് ടൂറിങ്ങിന് അടിപൊളിയാണ് കേട്ടോ, ഉള്ള ഞാൻ പറയാം. പക്ഷെ നമ്മുടെ സ്പോക്ക് വീൽസ് ആയിരുന്ന സമയത്ത് ട്യൂബ്ലെസ് അല്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് കുറച്ചും കൂടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു പക്ക ഒരു എന്താ പറയുക റോഡ് ഗോയിങ് ടൂററായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് ഏകദേശം 140 അടുപ്പിച്ച് വരുന്നുണ്ട്. ആ കുഴി കൂടെ ചുമ്മാ അടിച്ചുകൊണ്ട് പോകാം നമുക്ക്. പക്ക സ്ക്രാംബ്ലറാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ലുക്ക് അവർ മാറ്റിയില്ല, ലുക്ക് അവർ ആ പഴയ സ്ക്രാമ്പിൻ്റെ ലുക്ക് തന്നെ കൊടുത്തുള്ളൂ. പക്ഷേ പുതിയ എഞ്ചിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, 443cc. മറ്റേ പറഞ്ഞ പോലെ ഇതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറയുന്ന കണക്ക് ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട ഹിമാലയൻ്റെ എഞ്ചിൻ. ചുമ്മാ കയറി ഉദാഹരണം 5th ഗിയറിൽ നമ്മൾ ഏകദേശം 60-70 എടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് 6th ഗിയറായി, കാം ആൻഡ് ക്വയറ്റ്. സത്യത്തിൽ നമ്മുടെ പിന്നെ ഈ ഹാൻഡിൽ ബാർ കുറച്ചും കൂടെ അടുത്തോട്ടാണ് നമ്മൾ ഹിമാലയനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഞാൻ ഓൾറെഡി നമ്മുടെ ഹിമാലയൻ്റെ ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് നമ്മുടെ മോട്ടോറോക്കിൻ്റെ ഹാൻഡിൽ ബാറാണ് വെച്ചേക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് വൈഡറായിട്ടും ഒരിത്തിരി ഹൈറ്റിലും ഇരിക്കാനായിട്ട്. അത് കുറച്ചും കൂടി സ്ട്രോങ്ങറും കൂടെയാണ്. നമ്മുടെ ഹിമാലയൻ്റെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് അത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് വളഞ്ഞു പോകുന്നൊരു സാധനമായിരുന്നു. ആ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു കുറച്ചും കൂടി ഒരു ബാസ് വന്നപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. സൈലൻസർ ഒന്നും മാറ്റിയിട്ടില്ല, എഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരാണ്. അപ്പം ടെക്നിക് മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിലിപ്പം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് വേറെ എവിടെയും പോകാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം നേരം നമുക്കിങ്ങനെ ടെസ്റ്റ് റൈഡിന് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഇവിടെ തന്നെ വരുന്നത്. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അധികം നേരമൊന്നും അവർ തരില്ല. ഇത് ഇവരെ മാക്സിമം നമ്മുടെ എന്താ പറയുക കസ്റ്റമേഴ്സിനെല്ലാം ഹാപ്പിയാക്കി വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ടെക്നിക് മോട്ടോഴ്സ് അക്കാര്യത്തിൽ നല്ലൊരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പൈസ തന്നിട്ടൊന്നും പറയിപ്പിക്കുന്നില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. കാരണം ഞാൻ വേറെ എവിടെയെങ്കിലും ഇപ്പം വീഡിയോ എടുക്കാൻ ചെന്നിരുന്നത് അവർക്കൊരു എന്തോ പോലെയാണ്, വാങ്ങിക്കാത്ത ഒരാൾ വന്നിട്ട് ചുമ്മാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അവരുടെ വണ്ടിയുടെ സമയം കളയുന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അവർ മാക്സിമം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നേ വരെ. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ടെക്നിക് മോട്ടോഴ്സിൽ നിന്ന് ഞാൻ എടുക്കുന്ന 3ാമത്തെ ബൈക്കാണ്. നമ്മുടെ ഫസ്റ്റ് ഗറിലായിരുന്നു, രണ്ടാമത് നമ്മുടെ ബെയറായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ വണ്ടിയാണ് ഞാൻ ടെക്നിക് മോട്ടോഴ്സിൻ്റെ അടുത്ത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ വണ്ടി അടിപൊളിയാണ്, നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. നിങ്ങൾ ഹിമാലയൻ 411 നോക്കി നടന്നിട്ട് കിട്ടാത്ത ഒരാളാണ്, സ്ക്രാമിലോട്ട് വേണോ നോക്കണമെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടുണ്ടെന്നവർ ഈ സാധനം ഒന്ന് ഓടിച്ച് നോക്കുക. അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ.
പേഴ്സണലി നല്ല സുഖമുണ്ട് ഓട്ടിക്കാൻ. അതും ഹിമാലയൻ ഓട്ടിക്കുന്ന ഒരാളാണ് പറയുന്നതെന്നും കൂടെ ഓർക്കണം. ഓക്കെ, നമ്മുടെ വണ്ടി ഇതായി വിട്ടിരിപ്പുണ്ട്. കാരണം നമ്മുടെ വണ്ടി ഇതായി വിട്ടിരിപ്പുണ്ട്. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു, പക്ഷെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം വണ്ടി അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫീലുണ്ട്, നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട് ഉള്ളായിരുന്നു വണ്ടിയാണ്. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ ഒരു തോട്ട്സ്. ഞാനത് ഷെയർ ചെയ്തു. ഓക്കെ, വലിയ വ്യത്യാസങ്ങളുമില്ല, പഴയ സ്ക്രാമുമായിട്ട് വലിയ വ്യത്യാസമില്ല. പക്ഷേ മെയിൻലി ഉള്ള എഞ്ചിനാണ്, അത് നല്ല വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റ് ഉള്ളൊരു എഞ്ചിനാണ്. ഓക്കെ, അപ്പം ഹിമാലയൻ്റെ വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കര സൂപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 0 വൈബ്രേഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത്രയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ട്യൂണിംഗ് ആണ് ഇപ്പോൾ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് തന്നില്ലടേ, ഹിമാലയൻകാർക്ക് തന്നില്ല, തേച്ചതാണ്, റോയൽ എൻഫീൽഡ് നമ്മൾ തേച്ചതാണ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച പറ്റുവാണെന്നുണ്ടെങ്കിൽ, ആ വണ്ടികൾ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു സ്ഥലം, പുതിയ കുറേ വണ്ടികൾ, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും കാണാം. അപ്പോൾ ദിസ് ഇസ് സ്കെയിൽ വണ്ടി സൈനിങ് ഓഫ്. ബൈ.